വർഷം 2004. സംവിധായകൻ വിനയൻ്റെ സത്യം റിലീസായ ദിവസം. പൃഥ്വിരാജിൻ്റെ ആദ്യ ആക്ഷൻ ഹീറോ ലേബലിൽ പുറത്തിറങ്ങുന്ന കംപ്ലീറ്റ് ആക്ഷൻ പാക്ക്ഡ് എൻ്റർടൈനർ ചിത്രമായതുകൊണ്ട് തന്നെ ചിത്രം പൃഥ്വിരാജിനും വിനയനും കരിയറിൽ അമിത പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആദ്യ ഷോ തുടങ്ങാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ തിയേറ്ററുകളിൽ കൂവലുകൾ തുടങ്ങി. ചിത്രം കാണാനെത്തിയ ന്യൂട്രൽ ഓഡിയൻസ് ഞെട്ടി. മാത്രമല്ല, പൃഥ്വിരാജിൻ്റെ തല സ്ക്രീനിൽ തെളിഞ്ഞതും കൂവലുകൾ വീണ്ടും ആരംഭിച്ചു. പൃഥ്വിരാജ് ഡയലോഗ് പറയുന്നതിന് മുമ്പായിരുന്നു ഇത്. ഡയലോഗ് പറഞ്ഞതിന് ശേഷമായിരുന്നു ഈ കൂവലുകളെങ്കിൽ മനസ്സിലാക്കാം അത് പ്രകടനത്തിൻ്റെ പ്രശ്നമാണെന്ന്. എന്നാൽ ഡയലോഗ് പറയും മുമ്പ് കൂവിയാൽ നീ ഇവിടെ ഡയലോഗ് പറയണ്ടടാ എന്നു സാരം. ഈ ആളുകളെ കൂവാനായി വിട്ട നടൻ്റെ പേര് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അത് ജനപ്രിയ നായകനാണ് എന്ന ഒരു വർത്തമാനം ഇൻഡസ്ട്രിയിൽ ആകെ കാട്ടുതീ പോലെ പടർന്നു. വർഷങ്ങൾക്കു ശേഷം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ അമ്മയിൽ നിന്നും പുറത്താക്കാനുള്ള അടിയന്തര എക്സിക്യൂട്ടീവ് മീറ്റിംഗ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ച് നടന്നു. ദിലീപിനെ ഇപ്പോൾ പുറത്താക്കണ്ട എന്ന തീരുമാനത്തിൽ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും എത്തിയ നിമിഷം മീറ്റിംഗിലേക്ക് കയറാനായി പുറത്ത് കാറിൽ വന്നിറങ്ങിയ പൃഥ്വിരാജിനോടായി പുറത്തുനിന്ന മീഡിയ പ്രവർത്തകർ ഇങ്ങനെ ചോദിച്ചു: എന്താണ് ദിലീപിൻ്റെ കേസിൽ അമ്മയിൽ നിന്നും ദിലീപിനെ പുറത്താക്കണോ എന്ന്. ചോദ്യം കേട്ടയുടൻ പൃഥ്വിരാജ് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ തീരുമാനം മീറ്റിങ്ങിൽ ഞാൻ പറയും. ആ തീരുമാനം മീറ്റിംഗ് അംഗീകരിക്കുകയാണെങ്കിൽ അതായിരിക്കും എൻ്റെ തീരുമാനം. മറിച്ചാണെങ്കിൽ പുറത്തു വന്ന് ഞാൻ നിങ്ങളെ കാണാം. അകത്ത് പൃഥ്വിരാജ് പറഞ്ഞത് ദിലീപിനെ അമ്മയിൽ നിന്നും പുറത്താക്കാം എന്നാണ്. മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും വിറച്ചു. ദിലീപ് അമ്മയിൽ നിന്നും പുറത്ത്. ഒരു കാലത്ത് തൻ്റെ സിനിമകളെ കൂവിത്തോൽപ്പിച്ച ജനപ്രിയന് പൃഥ്വിരാജ് കൊടുത്ത മധുര പ്രതികാരം. ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്